വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, സദസ്സിലിരിക്കുന്ന ടീച്ചേഴ്സിനും പേരൻസിനും അതുപോലെ കുട്ടികൾക്കും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ക്ഷണിച്ചപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ 100ാം വാർഷിക ആഘോഷങ്ങൾക്കായി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ സംശയത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാനപ്പോൾ UK ലണ്ടനിലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം പോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കീർത്തി സുരേഷിനെ, മേനക എന്ന് പറയുന്ന എൻ്റെ കൂടെ 10-35 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായികയുടെ മകളാണ്. ആ കുട്ടിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിനെ എന്നെ ക്ഷണിച്ചു. വളരെ ചുരുക്കം ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനുണ്ട്. എൻ്റെ മുമ്പിൽ കൂടെ വളർന്നു പോയൊരു കുട്ടിയാണ്. അപ്പം അതിനെനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. ഒരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. അത് 3 ദിവസം നീണ്ടു നിന്ന ഗോവയിലൊരു വലിയൊരു ആഘോഷമായിരുന്നു. അപ്പം അതിന് വന്നപ്പോൾ എനിക്കിവിടെ വരാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ഉദ്ഘാടനവുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ കാരണം എൻ്റെ അച്ഛൻ അമ്പലപ്പാറയിൽ നിന്നാണ്. എൻ്റെ ഭാര്യ ചിത്രലക്ഷ്മി ഒറ്റപ്പാലത്തു നിന്നാണ്. എൻ്റെ ഭാര്യ ഇപ്പോൾ UK അവിടെ 10-20 ഡാൻസ് സ്കൂളുണ്ട്. 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്നത് ഇതിന് ഒരു 100 വർഷം ആഘോഷിക്കുക, അല്ലെങ്കിൽ 100 വർഷം അതിൻ്റെ ഒരു ആഘോഷം, ഒരു സ്കൂൾ 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത് എന്നും എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഒരു സിനിമ 100 ദിവസം ഓടും, പക്ഷെ ഇതൊരു 100 വർഷമാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അന്നത്തെ കാലത്ത് അവരൊക്കെ ഒരു 1930-35 സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്ന് സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. 8-10 കിലോമീറ്റർ ഇവർ നടക്കും. അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ കുട്ടികളും ചേർന്ന് നടന്ന് അങ്ങനെ പഠിച്ചിട്ടാണ് വന്ന് വലുതായത്. പക്ഷെ ഇന്ന് അതെല്ലാം മാറിപ്പോയി. ഇന്ന് ഒരുപാട് സൗകര്യങ്ങളായി. അപ്പം ഞാൻ സുബ്രഹ്മണ്യം മാഷിൻ്റെ ഒരു പുതിയ സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. ലിഫ്റ്റ്, എല്ലാ ക്ലാസ് റൂമും AC, അങ്ങനത്തെ ഒരു ബിൽഡിങ്ങായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതും ഇപ്പം അങ്ങനെയൊക്കെ ആവും അടുത്ത് തന്നെ. ഇപ്പോൾ പാർക്കായി, ഇനി അടുത്ത് ഇതുപോലെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളായി. ബസ് കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ കാലഘട്ടത്തിൽ പഠിച്ചവരെ നമ്മളാരും ഇവിടെ പലരും കാണും. അതുപോലെയൊക്കെ ബുദ്ധിമുട്ടി പഠിച്ചു വന്നവരൊക്കെ ഇവിടെ പലരും കാണും. പിന്നെ ഇവിടുന്ന് തന്നെ ഇവിടുന്ന് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഉന്നത ലെവലിലേക്കൊക്കെ എത്തിയ ഒരുപാട് പേരുണ്ടാവും. അവരിന്ന് നമ്മളൊരിക്കലും നമ്മുടെ ടീച്ചേഴ്സിനെയോ അല്ലെ നമ്മുടെ ഗുരുക്കന്മാരെയോ നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയണം, അവരാണ് ഏറ്റവും വലുത്. പിന്നെ എനിക്ക് പറയാനുള്ള MLA ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ 100 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എൻ്റെ അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു ബേസിക് എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി എടുക്കുക, അതിനുശേഷം നീ എന്താ ചെയ്തോ. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ മാതിരി മ്യൂസിക് ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. കോമ്പറ്റീഷൻസിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരു മനസ്സിൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിലേക്ക് അത് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു വിജയം കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നത് സിനിമയാണ്. അപ്പോൾ സിനിമയിൽ എങ്ങനെയെങ്കിലും വരണം. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എങ്ങനെയൊക്കെ ഒരു അഡ്മിഷൻ എടുത്ത് അവിടെ പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. 80 കാലഘട്ടത്തിലൊക്കെ അന്ന് ഒരു പ്രൊഡ്യൂസറെയോ ഒരു ഡയറക്ടറോ ഒന്നും കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഫോട്ടോ